വൃക്കകൾ നട്ടലിന്റെ ഇരുവശങ്ങളിലായി ഉദരാശയത്തിന്റെ പിൻഭാഗത്ത് അഥവാ അബ്ഡോമിനൽ വാളിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. മുകൾ ഭാഗത്തായി തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്ലാൻഡ്. വൃക്കകളുടെ ഉൾഭാഗം മെഡുല എന്നും പുറം ഭാഗം കോർട്ടക്സ് എന്നും അറിയപ്പെടുന്നു. റീനൽ ആർട്ടറി അഥവാ വൃക്കാധമനിയാണ് ഇരുവൃക്കകളിലേക്കും രക്തം എത്തിക്കുന്നത്. ഈ ധമനി അനേകം ശാഖകളായി പിരിഞ്ഞ് വൃക്കക്കുള്ളിലെ നെഫ്രോണുകളിലേക്ക് കയറുന്നു. നെഫ്രോണിന്റെ ഭാഗമായ ബൊമാൻസ് ക്യാപ്സൂളിൽ വെച്ചാണ് രക്തം അരിക്കപ്പെടുന്നത്. ക്യാപ്സൂളിലേക്ക് കയറിപ്പോകുന്ന ധമനിയെ അഫറന്റ് വെസൽ എന്നും ഇറങ്ങി വരുന്ന ധമനിയെ ഇഫറന്റ് വെസൽ എന്നും പറയുന്നു. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ കയറിയ ശേഷം ശാഖകളായി പിരിഞ്ഞിരിക്കുന്ന അഫറന്റ് ആർട്ടീരിയോളിന്റെ ഭാഗമാണ് ഗ്ലോമറുലസ്. അഫറന്റ് വെസലിന്റെ വ്യാസം ഇഫറന്റ് വെസലിനേക്കാൾ വലുതാണ്. ഈ വലിപ്പ വ്യത്യാസം ഗ്ലോമറുലസിനുള്ളിൽ ഉയർന്ന മർദ്ദം സൃഷ്ടിക്കുന്നു. ഈ മർദ്ദം കാരണം രക്തത്തിൽ നിന്ന് വെള്ളം, നൈട്രജൻ അടങ്ങിയ മാലിന്യങ്ങൾ, അമിനോ ആസിഡുകൾ, ഗ്ലൂക്കോസ്, സോഡിയം, കാൽസ്യം അയോണുകൾ തുടങ്ങിയ കണങ്ങൾ ഗ്ലോമറുലസിൽ നിന്നും ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് തള്ളപ്പെടും. രക്തകോശങ്ങളും പ്ലാസ്മ പ്രോട്ടീൻ പോലുള്ള മറ്റു പദാർത്ഥങ്ങളും സ്ഥലത്തിലൂടെ കടന്നു പോകാൻ കഴിയാത്തത്ര വലുതായതിനാൽ രക്തത്തിൽ തന്നെ നിലനിൽക്കുന്നു. യൂറിൻ ഉൽപാദനത്തിന്റെ രണ്ടാം ഘട്ടം റീഅബ്സോർപ്ഷനാണ്. റീനൽ ട്യൂബിലൂടെ കടന്നു പോകുന്ന ശരീരത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളെ പുനരാഗിരണം ചെയ്യുന്നു. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, കാൽസ്യം അയോണുകൾ തുടങ്ങിയവയെല്ലാം ഇങ്ങനെ രക്തക്കുഴലുകളിലേക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ആഗിരണം ചെയ്തെടുക്കുന്നു. നഷ്ടപ്പെടാവുന്ന ജലത്തിന്റെ ഭൂരിഭാഗവും പുനരാഗിരണം ചെയ്യപ്പെടുന്നു. നെഫ്രോണിന്റെ നീണ്ട നളിക കളക്ടിംഗ് ഡക്റ്റിലേക്കാണ് തുറക്കുന്നത്. ഇത് നെഫ്രോണുകളിൽ നിന്ന് അരിക്കപ്പെട്ട യൂറിൻ ശേഖരിച്ച് പെൽവിസിലേക്ക് എത്തിക്കുന്നു. ജലം, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം അയോണുകൾ തുടങ്ങിയ ഘടകങ്ങൾ മാത്രമാണ് മൂത്രത്തിൽ പിന്നീട് അവശേഷിക്കുന്നത്.